ഞാൻ വെറുതെ ബോറടിപ്പിച്ചല്ലേ? പക്ഷേ വേദനയുണ്ട്. നിനക്കൊരു നല്ല ജീവിതം കിട്ടിയിട്ടുണ്ടാവുന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. നല്ല ജീവിതം എന്ന് പറഞ്ഞ എന്താ ശാലിനി? സിവിൽ സർവീസ് കിട്ടിയപ്പോ ലോകം വെട്ടിപ്പിടിച്ചെന്ന് അഹങ്കരിച്ചവരാ ഞാനും നീയൊക്കെ. എന്നിട്ട് എന്ത് നേടി? ജീവിതത്തിൽ തോറ്റുപോയില്ലേ? ദേ, പക്ഷെ നിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നീ ഇനിയും തോറ്റിട്ടില്ല. നീ സ്വയം നിന്നെ തോൽപ്പിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്റെ കാര്യം നോക്ക്. ദേ, 20 വർഷം, നീണ്ട 20 വർഷം പ്രാണനായി സ്നേഹിച്ച ആളല്ലേ ഞാനൊന്ന് കാണാൻ മറയത്തായപ്പോ മറ്റൊരു പെണ്ണിനെ തേടിപ്പോയത്. നിന്റെ കാര്യം അതാണോ? 6 വർഷമായി നീ എവിടെയാണെന്ന് വിഷ്ണുവിന് അറിയോ? എന്നിട്ട് നീ എന്ന വിഗ്രഹം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുക അയാൾ. ഞാൻ ആരാധിച്ചത് ഒരു നരാധമനെ ആയിരുന്നെങ്കിൽ നിന്നെ ദേവിയായി സങ്കല്പിച്ച് പൂജാ പുഷ്പവുമായി പിന്നാലെ നടക്കുക ഒരു പുരുഷൻ. ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന സ്നേഹം, അത് കണ്ടില്ലെന്ന് നടിക്കരുത് ശാലിനി. വരട്ടെ. മാഡം, മാഡം അടുത്ത പ്രോഗ്രാം? ഒഫീഷ്യൽ പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. എങ്കിൽ വീട്ടിലേക്ക്. വല്ലാതെ ടയേർഡായി. ചില മദ്യപാനികൾക്ക് നാട്ടിലെന്തോ ഒരു വിലയില്ലേ? ഞാനേതോ ഫോറിൻ കൺട്രിയിൽ പോയി ജനിക്കുന്ന ആളായിരുന്നു. വേറെ ഏതൊരു ദരിദ്രവാസികളുണ്ടല്ലോ. Stop! 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 Stop!
ഇവിടെ ആശാനായിരുന്നു. ആശാന ഒരു ലിഫ്റ്റ് വേണമല്ലോ. കേറിക്കോ. അങ്ങനെ കേറി പറ്റി. നിനക്ക് എങ്ങോട്ട് പോണ്ടേ? അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നുമില്ല. എവിടെയെങ്കിലും ജനവാസ മേഖലയിൽ നിർത്തിയാൽ മതി. ഇവിടെ എവിടെയെങ്കിലും വീട് കിടന്നാൽ പോലും തിരിച്ചു നോക്കാൻ പോലും ആരും ഉണ്ടാവില്ല. പുതിയതാ ഇത്. ഹലോ കമല, നീ എന്തൊക്കെയും കാണിക്കുന്നേ? അത് ലിഫ്റ്റ് വെച്ചാൽ ഒരുപാട് വണ്ടിക്ക് കൈ കാണിച്ചു. ഒരു ചെറ്റകളും നിർത്തിയില്ല. ആശ മാത്രം നിർത്തിയത്. നല്ല കയറ്റി കിട്ടിയിട്ടുണ്ടല്ലേ? ചെറുതായിട്ട്. കമല, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇതൊക്കെ ഒരു രസമല്ല ആശാനെ. എന്ത് പറ്റിയ ആശാനെ? എണ്ണയില്ലേ? എണ്ണയുടെ പ്രശ്നമല്ല, നീ ഒന്ന് ഇറങ്ങി. അയ്യോ, അതെന്താ ആശാനെ? ഇറങ്ങണം. എന്താ ആശാനെ? ഇടാ, നിനക്ക് നാണമില്ലടാ. എനിക്ക് കുടിക്കില്ല എന്നൊരു കൊച്ചു കുഞ്ഞിന് സത്യം ചെയ്തു കൊടുത്തിട്ടും. കുട്ടികൾക്ക് എന്താ അറിയാ ആശാനെ? അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് കുട്ടികൾ പറയുന്ന പോലെ നമ്മൾ അഭിനയിക്കല്ലേ. ആമയും മൊയിലുമായിട്ട് കാട്ടിൽ ഓട്ട മത്സരം നടന്നിട്ടില്ല എന്ന് ആശാന് പറയാ, എനിക്കും അറിയാം. എന്നാലും നമ്മൾ അവർക്ക് ആ കഥയല്ലേ പറഞ്ഞു കൊടുക്കുന്നേ. അതവരെ പറ്റിക്കാൻ വേണ്ടിട്ടാ? അല്ല. ബൈബിളോ ഗീതയോ ഖുറാനോ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് മനസ്സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മുടെ മനസ്സന്തോഷത്തിന് അങ്ങ് എനിക്കും. ഇത് കുടിച്ചിട്ട് എന്ത് മനസ്സന്തോഷം കിട്ടുമെന്നാ? സന്തോഷം എന്ന് വെച്ചാ ദുഃഖമില്ലാത്ത അവസ്ഥ. ദുഃഖം എല്ലാം മറക്കാൻ ലോകത്ത് ഏറ്റവും നല്ല മരുന്ന് ആശാനെ മദ്യം. ഇപ്പൊ തന്നെ ആശാന ഇടത്തേമ ഇല്ല എന്നുള്ളത് ദുഃഖം. 2 പേക്ക് അടിച്ച ഫിറ്റ് ഇറങ്ങുന്ന വരെ എല്ലാം മറക്കാം. സുഖം. വിടാശാന ബാറിലേക്ക് 2 എണ്ണം വീശാ. എടാ, ഇനി ആ സാധനം ഞാൻ ജീവിതത്തിൽ കൈകൊണ്ട് കൂടില്ല. അതെന്താ ആശാനെ? നിന്റെ ഏട്ടത്തിയമ്മേ, എന്റെ ഷാലിനെ ഞാൻ കണ്ടെത്തിയടാ. എപ്പോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എവിടെ ആശാനെ? എവിടെ ഏട്ടത്തിയമ്മ? കളക്ടറാടാ. കളക്ടറാ? ഇവിടുത്തെ ജില്ലാ കളക്ടർ. എന്തേ ആശാനെ സത്യം പറ. ഇതിനിടയിൽ ആശാൻ അവിടെ പോയി 2 വീശ്. ഫിറ്റ് അല്ലാതെ ആശാൻ ഇത് പറയണമെങ്കിൽ തലക്ക് ഓളുമായിരിക്കണം ആശാനെ. നമ്മൾ ഈ ജില്ലാ കളക്ടറെ കുറച്ചു മുമ്പ് അവിടെ നിന്ന് കണ്ടതല്ലേ ഉള്ളൂ. അവരല്ലേ നമ്മുടെ ഹോട്ടലിൽ 7 വർഷം ഉദ്ഘാടനം ചെയ്തിട്ട് പോയത്. എന്തായിരുന്നു അവരുടെ പേര്? തേജസ്വിനി. അതന്നെ, അവരല്ലേ ആശാനെ കളക്ടർ, അല്ലാതെ ഏട്ടത്തിയമ്മ അല്ലല്ലോ. തേജസ്വിനി അല്ല കളക്ടർ, ശാലിനി തന്നെയാ. അതെനിക്കുറപ്പാ. ആശാൻ എന്തോ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ജില്ലാ കളക്ടറിന്റെ സർവ്വപ്രതാപങ്ങളോടെ ഞാൻ എന്റെ 2 കണ്ണുകളും കൊണ്ട് കണ്ടതാ. ആശാൻ ആ സമയത്ത് ഫിറ്റൊന്നല്ലായിരുന്നല്ലോ. നീ എന്തൊക്കെയും എടാ, ഞാൻ പപ്പിയോൾക്ക് വാക്ക് കൊടുത്ത നിമിഷം നിർത്തിയല്ലേ അതൊക്കെ? കമല, നീ ഇവിടുത്തെ വെള്ളപ്പുറത്ത് ഒരു കാര്യം ഉറപ്പാടാ.
നമ്മുടെ ഹോട്ടൽ കോർപ്പറേഷൻകാർ ഏറ്റെടുക്കാൻ ഒരുങ്ങിയപ്പോ സ്റ്റേ ഓർഡർ തന്നതും തല ചുറ്റി വീണ് റോഡിൽ കിടന്ന അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചും ശാലിനിയ, തേജസ്വിനിയല്ല. അമ്മ ചടങ്ങിന് വിളിച്ചും ശാലിനിയെ തന്നെയാ. പിന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ തേജസ്വിനി എങ്ങനെ വന്നു? ഏട്ടത്തമ്മ വന്നതുമില്ലല്ലോ. അതാണ് എനിക്ക് മനസ്സിലാവാത്ത. ആശാൻ ആ കളക്ടറേറ്റിൽ പോയൊന്ന് അന്വേഷിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഒളിച്ചുകളി നടന്നാണെങ്കിൽ അവിടെ അത് പറ്റില്ലല്ലോ. എടാ, കളക്ടറേറ്റ് നാടാ ഞാനിപ്പോ വരുന്നേ. എന്നിട്ട് അവിടെ ചെന്നപ്പോ അവിടെയും തേജസ്വിനി. എങ്കിൽ എനിക്ക് ഉറപ്പാണ് ആശാനെ, കളക്ടർ ഏട്ടത്തിയമ്മയല്ല, തേജസ്വിനി തന്നെ. കളക്ടർ തേജസ്വിനി അല്ല, നിന്റെ ഏട്ടത്തിയമ്മയാണെന്ന് എനിക്ക് ഉറപ്പാ. എടാ, അയാൾ അടുത്ത് എവിടെയെങ്കിലും വരുമ്പോ എന്റെ നെഞ്ചിലൊരു കുതിപ്പുണ്ടാവും. ഇവിടെ അത് കല്യാണത്തിന് മുമ്പും അതിനുശേഷവും. പരസ്പരം അത്രയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആണും പെണ്ണും അടുത്ത് വരുമ്പോ അങ്ങനെയാ. എടാ, ഈ കഴിഞ്ഞ 6 വർഷം ചത്ത് കിടക്കായിരുന്നു എന്റെ ഹൃദയം. അതൊന്നും ഉണർന്നത് ഇപ്പോഴാ. നമ്മുടെ ഹോട്ടലിന്റെ വാർഷികാഘോഷ ചടങ്ങിലും കളക്ടറേറ്റിലൊക്കെ വെച്ച് എന്റെ ആ ഹൃദയത്തിന്റെ തുടുപ്പ് ഞാൻ തിരിച്ചറിഞ്ഞതാ. അയാൾ സമീപത്ത് അവിടെയുണ്ട്. എന്റെ കണ്ണിപ്പെടാതെ ഒളിച്ചു നിൽക്കുക. ആശാനെ, ഏട്ടത്തിയമ്മ ആശാൻ നിന്ന് ഒളിച്ചു നിൽക്കുന്നേ. എത്രയും പെട്ടെന്ന് ആശാന്റെ അടുത്തേക്ക് ഓടി എത്തനല്ലേ നോക്കുള്ളൂ ആശാനെ. എങ്കിൽ പിന്നെ 6 വർഷം എവിടെയായിരുന്നു അയാള്? അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിയമ്മയെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട് ആശാനെ. ശാരദ നമ്മുടെ വീട്ടിൽ പോയി അന്വേഷിച്ചൂടെ? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏട്ടത്തിയമ്മ അവിടെയായിരിക്കുമല്ലോ താമസം. ദൂരം കുറച്ച് ദൂരം ഉണ്ട്, എന്നാലും ഒന്ന് മെനക്കെട്ട സത്യം അറിയാലോ ആശാനെ. പോയാ എവിടേക്കാ? ശാരദാമ്മയുടെ വീട്ടിലേക്ക്. ഞാനും കൂടെ വരാം. വേണ്ട, ഈ കണ്ടീഷനിൽ നീ കൂടെ വന്നാൽ ശരിയാവില്ല. എന്നാ എന്നെ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ ആശാനെ. നീ ഏതെങ്കിലും ഓട്ടോ വല്ല കണ്ടുപിടിച്ച് പോകാൻ നോക്കടാ. അല്ല, ഞാൻ എനിക്ക് എന്റെ ഭാര്യ, എനിക്ക് വല്ല കാര്യമുണ്ടോ ശാരദയുടെ കാര്യം പറയാൻ? ഞാനെന്തൊരു മണ്ടരാ. ആശാൻ എന്തിനാ പെട്രോൾ അടിച്ച് അത്രയും ദൂരം പോകുന്നേ? ശാരദാമ്മയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിച്ച് അറിയാൻ വരുന്നല്ലോ ഏട്ടത്തേമ്മയോട് ഉണ്ടോന്ന്. ചായ. എന്താ വിളിക്കാൻ താമസിക്കുന്നത്? ഓരോരുത്തരുടെ പരാതി വിശദമായിട്ട് കേട്ട് തീർപ്പുണ്ടാക്കിയിട്ട് മാത്രമേ കളക്ടർ മാഡം വിടൂ. വിധവ പെൻഷൻ കിട്ടുന്നില്ല എന്നാണ് പരാതി, അല്ലേ? അതെ, അതിന് കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണോന്ന് പറയുന്നു. ഭർത്താവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ വിവാഹ രജിസ്ട്രേഷനുമാണ് അവർ ചോദിക്കുന്ന രേഖകൾ. മേയറിന് പണം കൊടുത്താൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. ഞാനത് കൊടുക്കുകയും ചെയ്തു മാഡം. എന്നിട്ട് കാര്യം നടന്നതുമില്ല? ഇല്ല മാഡം. കഴുത്തി കിടന്ന താലിമാല ഊരി വിറ്റിട്ട ഞാൻ മേയർക്ക് 15,000 രൂപ കൊടുത്തത്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഇപ്പോൾ. ഇച്ചച്ചട്ടി പോലും കൈയിട്ട് വാരുവാണല്ലോ സുസ്മിത. നോക്കൂ, ഈ പറഞ്ഞ രേഖകളും പെൻഷനും ഒക്കെ നിയമാനുസൃതം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. മരണം കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ മരണ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കേണ്ടതുമാണ്.
വിവാഹ സർട്ടിഫിക്കറ്റിന് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ഇനി കിട്ടില്ലെന്നാണോ? എന്നല്ല, ഉദ്യോഗസ്ഥർ കുറച്ച് മെനക്കെടണം, അതിന് മനസ്സുണ്ടാവണം. അത് ഞാൻ ചെയ്യിച്ചോളാം. ഇനി ഇതിന്റെ പേരിൽ ആർക്കും പണം കൊടുക്കരുത്. കൊടുത്താൽ ഉദ്യോഗസ്ഥരെ അനധികൃതമായി സ്വാധീനിച്ചതിന്റെ പേരിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. അയ്യോ മാഡം, പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഇത് വെച്ചോളൂ. അയ്യോ വേണ്ട മാഡം. ഇത് കളക്ടറുടേതല്ല, ശാലിനിയുടെ വകയാ. ഇത് നിങ്ങൾക്കല്ല, കുഞ്ഞുങ്ങൾക്കാ. ദാ. ഏയ്, അതൊന്നും വേണ്ട. നന്ദിയുണ്ട് മാഡം. അച്ഛൻ, അമ്മ, ഗുരുനാഥൻ, ഈ 3 പേരുടെ കാലിൽ തൊട്ട് വന്ദിക്കാവൂ. മോളെ ദൈവം അനുഗ്രഹിക്കും. പൊയ്ക്കോളൂ. അടുത്ത ആളെ വിളിക്കേ. ആ ശരി മാഡം. ശാരദ നമ്മുടെ വീട്ടിൽ പോയി അന്വേഷിച്ചൂടെ? ഇവിടെ എത്തിക്കഴിഞ്ഞാ ഏട്ടത്തെ അമ്മ അവിടെ ആയിരിക്കുമല്ലോ താമസം. ഞാൻ ഇത്ര വലിയ മണ്ടനായിരുന്നു. ആശ നിന്നെന്തിനാ ഫോൺ വിളിച്ച് ചോദിക്കുന്നത്? എനിക്ക് വിളിക്കാൻ മേലേ? ഒരു കാര്യം തീരുമാനിച്ച അത് അപ്പം നടക്കണം. ശാന്ത, അതെന്റെ അവളുടെ പേര്. ശാന്തേ ശാന്തേ കിട്ടിപ്പോയി ശാന്ത. ഇപ്പൊ പരിഹരിച്ചു തരാം. ദ പ്രോബ്ലം ഓഫ് ഇന്ത്യ. ശാന്ത. ഹലോ. ഹലോ, ശാന്തയല്ലേ? അതെ. ഞാൻ കമലനാണ്. കമലെന്നോ? ആ, വിഷ്ണുവാസന്റെ കൂടെ നിങ്ങളുടെ ഹോട്ടലിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, ആ കമലായിരുന്നു. ഹലോ. കമലിന്റെ കയ്യിലെങ്ങനെ എന്റെ നമ്പർ വന്നേ? ആശ നേട്ടത്തിയമ്മയായിട്ട് ലവായ സമയത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചതാ. എന്തേലും ആവശ്യം വന്നാ ഉപയോഗിക്കാൻ. അയ്യോ, ഞാനൊന്ന് ബുദ്ധി വരാൻ നോക്കിക്കേ, ഇപ്പൊ ആവശ്യം വന്നില്ലേ? ഹലോ, നിങ്ങൾ കാര്യം പറയും. ആശാനെ പോലെ അല്ല ഞാൻ, ചുറ്റി വളച്ചൊന്നും കെട്ടില്ല. നേരെ വാ നേരെ പോ. കാര്യം എന്താന്ന് വെച്ചാ, ഏട്ടത്തി അമ്മ മടങ്ങി വന്നോ? എന്താ ചോദിച്ചേ? അതെ, എന്റെ ഏട്ടത്തി അമ്മ നിങ്ങളുടെ ശാലിനി മോള് തിരിച്ചു വന്നോന്ന്. ഇല്ല. കള്ളം പറയണ്ട ശാന്തേ. ഏട്ടത്തി അമ്മ തിരിച്ചു വന്നെന്നും ഇവിടത്തെ ജില്ലാ കളക്ടർ ആണെന്നും
ആശാന് മനസ്സിലായിട്ടുണ്ട്. ഒരു ചടങ്ങിനെ വിളിച്ചപ്പോ ആശാനെ പറ്റിച്ചു, ആളും മാറി. കളക്ടറേറ്റിൽ ചെന്നപ്പോഴും ആള് മാറി. ഇനി പറ്റിക്കാൻ പറ്റത്തില്ല എന്റെ ശാന്തേ. ആശാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ശാരദാമ്മയുടെ വീട്ടിലേക്ക്. കയ്യോടെ പിടിച്ചു. സൂക്ഷിച്ചോ. എങ്ങനെ? കയ്യോടെ